ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് പ്രമേഹ രോഗികളിലുള്ള പാദ സംരക്ഷണത്തിനെ പറ്റിയിട്ടാണ്. 5-1 പ്രമേഹ രോഗികൾക്ക് കാലിൽ മുറിവുകൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ മുറിവുകൾ വരുത്താണ്ട് എങ്ങനെ നമുക്ക് കാല് സംരക്ഷിക്കാം എന്നുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പ്രമേഹ രോഗികളുടെ പാദങ്ങൾക്ക് എപ്പോഴും അവരുടെ സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. സ്കിൻ ഡ്രൈ ആവുമ്പോൾ ചൊറിച്ചിൽ വരും, മാന്തും, പൊട്ടും, അവിടെ നിന്ന് വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്കിൻ ഡ്രൈ ആവാണ്ട് നോക്കണം. വെച്ചാൽ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ക്രീമോ വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലും ക്രീമുകൾ പുരട്ടി നമ്മൾ സ്കിന്നിനെ നമ്മൾ മോയ്സ്റ്റാക്കി വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കിൻ ക്രീമുകൾ തേക്കുമ്പോൾ അല്ലെങ്കിൽ വാസ്ലിൻ തേക്കുമ്പോൾ ഈ വിരലുകളുടെ ഇടയിൽ ഒരിക്കലും തേക്കരുത്. വിരലുകളുടെ ഇടയിൽ തേക്കുമ്പോൾ അതവിടെ തങ്ങി നിൽക്കാനും അവിടെ നിന്ന് പൂപ്പിൽ വരാനും അവിടെ നിന്ന് വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സ്കിൻ ക്രീം അല്ലെങ്കിൽ വാസ്ലിൻ തേക്കുമ്പോൾ പാദത്തിൻ്റെ മുകളിലും അടിഭാഗത്തും കാലുകളുടെ മുകളിലും അടിഭാഗത്തും, പക്ഷേ വിരലുകളുടെ ഇടയിൽ ഒരിക്കലും തേക്കരുത്. രാത്രി കിടക്കുന്ന സമയത്ത് ക്രീമുകൾ തേക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ തേക്കുമ്പോൾ ഒരു കോട്ടൺ സോക്സ് ഇട്ട് കിടക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്താണെന്ന് വെച്ചാൽ പ്രമേഹ രോഗികളുടെ കാലുകൾക്ക് ഒരു പ്രത്യേക മണമാണ്. ആ മണം നമുക്ക് വലിയവർക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കൊന്നും കിട്ടില്ല. പക്ഷേ എല്ലാം പ്രാണികൾക്ക് വെച്ചാൽ പാറ്റ, പല്ലി, എലി, ഉറുമ്പ്, എട്ടുകാലി ഇങ്ങനെയുള്ള പ്രാണികൾക്ക് അതിൻ്റെ മണം കിട്ടുമ്പോൾ അത് വന്ന് കടിക്കാനും അവിടെ നിന്ന് മുറിവുകൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വയം ചികിത്സയൊന്നും ചെയ്യാണ്ട് എത്ര പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൊക്കെ നടക്കുമ്പോൾ മുറിവുകൾ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് മുറിവുകൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം തങ്ങി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വിരലുകളുടെ ഇടയിൽ തങ്ങി നിൽക്കുമ്പോൾ അവിടുന്ന് ഇതുപോലെ തന്നെ പൂപ്പിൽ വന്നിട്ട് വ്രണങ്ങൾ വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം നമുക്ക് തടയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാത്റൂമുകളൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിരലുകളുടെ ഇടയിലുള്ള വെള്ളം തുടച്ചെടുക്കുക. ഒരു ഉണക്കത്തുണി അതിനു വേണ്ടി മാറ്റി വെച്ച് തുടച്ചെടുത്ത് സ്കിൻ നല്ല ഡ്രൈ ആവണം. വിരലുകളുടെ ഇടയിലുള്ള സ്കിന്ന് ഡ്രൈ ആക്കാൻ നോക്കാം. പാദത്തിൻ്റെ ബാക്കി ഭാഗങ്ങളല്ല, വിരലുകളുടെ ഇടയിലുള്ള സ്കിന്ന് ഡ്രൈ ആക്കി ശ്രദ്ധിക്കാം. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഏത് മുറിവുകൾ വരാണ്ടിരിക്കണമെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്ത് കിട്ടണം, പ്രമേഹം നിയന്ത്രിച്ച് കിട്ടണം. എപ്പോൾ നോക്കുമ്പോൾ വെറും വയറ്റിൽ 110 താഴെയും ഭക്ഷണത്തിന് ശേഷം 160 താഴെയും കിട്ടണം. എന്നാലേ നമ്മളുടെ മുറിവുകൾ വരാണ്ടിരിക്കുള്ളൂ. അഥവാ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് പഴുക്കാണ്ടിരിക്കുള്ളൂ. അപ്പോൾ പ്രമേഹം കൂടി അടിസ്ഥാനമായിട്ട് കൺട്രോൾ ചെയ്ത് പോയാലേ ഇത്തരമുള്ള കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കുള്ളൂ.